കേരളത്തിൽ പഠിക്കാൻ ആർക്കും താല്പര്യമില്ല, കേരളത്തിലെ യൂണിവേഴ്സിറ്റീസിൽ സീറ്റുകൾ കാലിയാണ്. എങ്ങനെയുണ്ട് നമ്മളൊരു മക്കളെയും കൊണ്ട് UK വന്നിട്ട് എങ്ങനെയുണ്ട്? നമ്മുടെ എക്സലൻസിൽ അവർ റെഫർ ചെയ്തിട്ട് നമ്മളെ അവർ നല്ല നല്ല കമ്പനിയിലേക്ക് കയറ്റും. ഇപ്പം നാളെ ഇപ്പം സിസ്റ്ററോ ആരെങ്കിലും ഇവിടെ പഠിക്കാൻ വരുവാണെങ്കിൽ പേഴ്സണലി അവർക്ക് എന്ത് അഡ്വൈസാണ് കൊടുക്കാൻ തോന്നുന്നത്? അബിസ്വിക്കയുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്നുള്ളത് ഈസ്റ്റ് ഹാമിലാണ്, അതായത് നമ്മുടെ ഇന്നർ ലണ്ടനിലാണുള്ളത്. അപ്പോൾ നമ്മളിവിടെ വന്നപ്പോൾ BPP എന്ന് പറയുന്ന സ്റ്റുഡൻറ്റ്, ബിസിനസ് പ്രൊഫഷണൽ ആൻഡ് പ്രോഗ്രാം, അതായത് BPP, ആ യൂണിവേഴ്സിറ്റീനെ പറ്റിയാണ് ഇന്ന് നമ്മുടെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എനിക്ക് അറിയാവുന്ന ചോദ്യങ്ങളെല്ലാം എനിക്ക് 2 പേരെ കിട്ടിയിട്ടുണ്ട്, അവരോട് ചോദിക്കും. അതല്ല ഞാൻ എന്തെങ്കിലും മറന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് തരണം. അപ്പോൾ കമൻസിൽ ഞാൻ കൂടുതലും പറയണമായിരിക്കും. വീഡിയോയിൽ മിസ്സായി പോയ കാര്യങ്ങളെല്ലാം കമൻറ്റിൽ നമ്മൾ തീർക്കണമായിരിക്കും. അപ്പോൾ എന്താണെങ്കിലും ജസ്റ്റ് അവരെ പരിചയപ്പെട്ടിട്ട് നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, എൻ്റെ പേര് സഫ, ഞാൻ നാട്ടിൽ പാലക്കാടാണ്. ഏത് കോഴ്സാണ് നാട്ടിൽ ചെയ്തുകൊണ്ടിരുന്നത്? ഞാൻ UG ബയോടെക്നോളജി ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് മാസ്റ്റേഴ്സ് ഫുഡ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി മാനേജ്മെന്റ് ആയിരുന്നു ചെയ്തത്. ഓക്കെ, ഇപ്പോൾ BPP ഏതാണ് പഠിക്കണ? ഇവിടെ മാനേജ്മെന്റ് വിത്ത് പ്രൊജക്ട് മാനേജ്മെന്റ്. ബ്രോ ഒന്ന് ഇൻട്രോഡ്യൂസ് ചെയ്യാമോ? എൻ്റെ പേര് ഷിമ്രൻ, ഞാനും പാലക്കാടാണ്. ഞാനിവിടെ ഡിപ്പെൻഡൻ്റ് ആയിട്ട് വന്നതാണ്. എന്തുകൊണ്ടാണ് ഈ യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യാനുള്ള ഒരു റീസൺ? ഈ യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യാൻ ഭയങ്കര സ്റ്റുഡൻറ് സപ്പോർട്ടായിട്ടുള്ള യൂണിവേഴ്സിറ്റിയാണ്. ഈ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യാൻ കാരണം ഒന്ന് ഭയങ്കര സ്റ്റുഡൻറ് ഫ്രണ്ട്ലി ആണ്, ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി അല്ല. പിന്നെ ഇവിടെ വൺ ഓഫ് ദ റാങ്ക്ഡ് യൂണിവേഴ്സിറ്റിയാണ്. സ്റ്റുഡൻസിനെ ഭയങ്കര സപ്പോർട്ട് ചെയ്യും. ഇപ്പോൾ പാർട്ട് ടൈം ആയാലും എഡ്യൂക്കേഷൻ ആയാലും എന്തിനു വേണമെങ്കിൽ നമുക്ക് ഹെൽപ്പ് അവരോട് സീക്ക് ചെയ്യാൻ പറ്റും. ആസ് എ ഡിപ്പെൻഡൻറ്റ് ഇവിടെ വന്നിട്ട് എങ്ങനെയുണ്ട് ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ, അല്ലെങ്കിൽ ഈ ലൊക്കേഷൻ എങ്ങനെയുണ്ട്? നന്നായിട്ട് തോന്നുന്നുണ്ട്. വരുന്ന സമയത്ത് ഡിസംബറിലാണ് വന്നത്, നല്ല തണുപ്പായിരുന്നു ക്ലൈമറ്റൊക്കെ. പിന്നെ വിത്തിൻ 1 month ഒക്കെ ജോലി ആവുകയും ചെയ്തു, കുഴപ്പമില്ല, ഇപ്പോൾ പോകുന്ന സുഖമായിട്ട്. എങ്ങനെയാണ് ഇവിടെ ഒരു ജോബ് ഹണ്ട് ചെയ്യുന്നത്? ആസ് എ ഡിപ്പെൻഡൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഫുൾ ടൈം വർക്ക് കിട്ടണം. അപ്പോൾ ഈ ഫുൾ ടൈം എങ്ങനെയാണ് ഇവിടെ കണ്ടുപിടിക്കാൻ പറ്റിയത്? അത് നമ്മളെവിടെ എല്ലാവരും പറയും മറ്റേ ഓൺലൈൻ ത്രൂ ചെയ്യാനാണ് പറയുക, പക്ഷെ ഒരു റെഫറൻസ് ഉണ്ടെങ്കിൽ കുറച്ച് വേഗം കിട്ടും. എങ്ങനെയായിരുന്നു ആ ഒരു ജോബ് കണ്ടുപിടിച്ചത്? ആ ഒരു സ്ട്രഗിൾ ഒന്ന് പറയാമോ? ഞാൻ കുറേ ഓൺലൈൻ ത്രൂ ജോബിന് വേണ്ടിയിട്ട് അയച്ച ശേഷമാണ്, പിന്നെ ഇവിടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ആ ഫ്രണ്ട് ത്രൂ കണക്ട് ചെയ്തിട്ടാണ് ആമസോണിൽ കയറിയത്. എന്താണ് ഈ യൂണിവേഴ്സിറ്റിയിൽ ഒരു ഹൈലൈറ്റ് ആയിട്ട് നമുക്ക് എടുത്ത് പറയാൻ പറ്റണത്? ഈ യൂണിവേഴ്സിറ്റി ആകുമ്പോൾ ഇപ്പോൾ ബാക്കിയുള്ള യൂണിവേഴ്സിറ്റിനെ പോലെയല്ല, ഭയങ്കര സപ്പോർട്ടീവാണ്. ഇപ്പം ഞാനൊരു പാരൻ്റ് ആയതുകൊണ്ട് ഇപ്പോൾ എന്തെങ്കിലും ഒരു വാലിഡ് ആയിട്ടുള്ള റീസൺ പറഞ്ഞാലും തന്നെ ഇവർക്കത് മനസ്സിലാക്കാൻ പറ്റും. ചില യൂണിവേഴ്സിറ്റി ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. അപ്പോൾ അതൊരു ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് എൻ്റെ ഭാഗത്ത് നിന്ന് തോന്നിയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ 2 പേരും ഹസ്ബൻഡ് ആൻഡ് വൈഫ്, നിങ്ങൾക്കൊരു മോനും ഉണ്ട്. മോനപ്പം എത്ര വയസ്സായി? 3 വയസ്സായി. എങ്ങനെയുണ്ട് നമ്മളൊരു മക്കളെയും കൊണ്ട് UK വന്നിട്ട് എങ്ങനെയുണ്ട്? കുറച്ച് ബുദ്ധിമുട്ടാണ്. എങ്ങനെയെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി വലിയ കുട്ടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്കൂളിംഗ് അവേഴ്സ് കുറേ കിട്ടും, 6 hours 7 hours ഒക്കെ കിട്ടും. ഇത് 3 വയസ്സാകുമ്പോൾ ആകെ പെർ ഡേ 3 hours കിട്ടണുള്ളൂ. അപ്പോൾ ഹസ്ബൻഡിൻ്റെ ഷിഫ്റ്റും എൻ്റെ ഷിഫ്റ്റും വരും നോക്കുമ്പോൾ നമ്മൾ ഭയങ്കര ടൈറ്റ് ഷെഡ്യൂളിലാണ് ഇപ്പോൾ പോണത്. കുറച്ച് ബുദ്ധിമുട്ടാണ് ചെറിയ കുട്ടിയാണെന്നുണ്ടെങ്കിൽ, പക്ഷെ നല്ലൊരു എക്സ്പോഷർ ആയിരിക്കും മോനിക്കായാലും. ആസ് എ ഫാദർ എന്താണ് ആ ഒരു കാര്യത്തിൽ ഒപ്പീനിയൻ പറയാനുള്ളത്? ഇപ്പോൾ എൻ്റെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ വൈഫ് ജോലിക്ക് പോണ സമയത്ത് ഞാൻ ലീവ് എടുക്കുക തന്നെ വേണം, കാരണം മോന് വീട്ടിലുണ്ടാവും. അപ്പോൾ കുട്ടീനെ നോക്കാൻ UK ഒരാൾ വേണം എന്നുള്ളത് നിർബന്ധമാണ്. അപ്പോൾ ഞാൻ വീട്ടിൽ നിൽക്കും. അതിനിപ്പോൾ ഞാൻ ഡ്യൂട്ടിക്ക് പോണ സമയമാകുമ്പോൾ വൈഫ് വരും, അങ്ങനെയാണ് പോണത്. ശരിക്കും ഒരു സ്ട്രഗ്ലിംഗ് ആണ് സത്യം പറഞ്ഞാൽ. ചെറിയ കുട്ടികളാണെങ്കിൽ കുറച്ച് സ്ട്രഗ്ലിംഗ് ആണ്, പക്ഷെ അത് നമ്മളൊരു കുറച്ച് പ്രായം വരെയല്ലേ ഉണ്ടാവുള്ളൂ. അതൊരു എൻജോയ്മെന്റ് രീതിയിൽ അതങ്ങനെ പോകും, നല്ലതായിരിക്കും. ഇപ്പം UK എന്ന് പറഞ്ഞ രാജ്യം സെലക്ട് ചെയ്തപ്പോൾ എന്തുകൊണ്ടാണ് ഈസ്റ്റ് ഹാം സെലക്ട് ചെയ്തത്? ഞാൻ UK സെലക്ട് ചെയ്യാൻ വൺ ഓഫ് ദ റീസൺ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും കൂടെ ഒപ്പം വരണമായിരുന്നു. അപ്പോൾ നമ്മൾ ഡിസംബർ ഇൻടേക്ക് ആയിരുന്നു ലാസ്റ്റ് ഡിപ്പെൻഡൻസ് ആയിട്ട് വരാൻ പറ്റും. പിന്നെ ഞാൻ ഈസ്റ്റ് ഹാമിന് സെലക്ട് ചെയ്തതല്ല, നമുക്കൊരു നല്ല അക്കോമഡേഷൻ അവിടെ ആയപ്പോൾ നല്ല ക്ലീൻ ആയിട്ട് നല്ല അക്കോമഡേഷൻ കിട്ടിയപ്പോൾ നമ്മളത് അങ്ങനെ എടുത്തതാണ്, ഓപ്റ്റ് ചെയ്തതാണ്. ഓക്കെ, സത്യം പറഞ്ഞാൽ ഈസ്റ്റ് ഹാമിനെ പറ്റി, ഈസ്റ്റ് ഹാമിൽ 4ാമത്തെ വട്ടമാണ് ഞാനിപ്പോൾ വരുന്നത്. അപ്പോൾ പല ടൈമിലും നമുക്ക് ഇവിടുത്തെ ഒരു ക്രൈം റേറ്റിനെ പറ്റി ഞാനും പറഞ്ഞിട്ടുണ്ട്, ഈസ്റ്റ് ഹാമിൽ ഫോണിക്ക് ഭയങ്കര ഡേഞ്ചറാണ്. നിങ്ങൾ ആ ഈസ്റ്റ് ഹാം റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ ഒരു കാരണം വെച്ചാൽ ഫോൺ എടുക്കരുത്. ഇപ്പോൾ ആസ് എ ലേഡി ഇപ്പോൾ ചിലപ്പം ലേറ്റ് ആയിട്ട് ക്ലാസ്സിൽ പോകേണ്ടി വരും, ഇപ്പോൾ ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് ഏർലി മോർണിംഗ് അല്ലെങ്കിൽ ലേറ്റ് നൈറ്റ് പോകേണ്ടി വരും. എത്രത്തോളം ഇവിടുത്തെ ഒരു സേഫ്റ്റിനെ പറ്റി പറയാനുണ്ട്?
ഈ സ്റ്റാം ശരിക്കും പറഞ്ഞാൽ അത്ര സേഫ്റ്റി അല്ല. ടു ബി ഫ്രാങ്ക് പറയണമെങ്കിൽ ഫോണൊക്കെ ഇവിടെ ഇഷ്ടംപോലെ തട്ടിക്കൊണ്ടുണ്ട്. ഈവൻ കുട്ടികൾക്ക് പോലും ഈ സ്റ്റാം അത്ര ഒരു ഇതല്ല. പക്ഷെ എന്നാലും നമ്മൾ ശ്രദ്ധിക്കുക നമ്മൾക്ക് വേണ്ടിയിട്ട്. ഫോണൊന്നും പരമാവധി പുറത്തെടുക്കാണ്ടിരിക്കുക. ചിലരിങ്ങനെ സംസാരിച്ചിട്ട് ഇങ്ങനെ കയ്യിലൊക്കെ പിടിച്ചിട്ട് പോകും. അതങ്ങനെ എയറിൽ പോലെ ഉണ്ടാവുള്ളൂ. അപ്പം അങ്ങനെ ശ്രദ്ധിക്കണം ശരിക്കും പറഞ്ഞാൽ. ഓക്കെ, പിന്നെ ഇപ്പം എടുത്തേക്കണ ഈ കോഴ്സിനെ പറ്റി എന്താണ് പറയാനുള്ളത്? എടുത്തേക്കുന്ന കോഴ്സ് ഞാൻ ശരിക്കും പറഞ്ഞാൽ UGയും PGയും ഓൾറെഡി കഴിഞ്ഞതാണ്. എൻ്റെ രണ്ടും ആയിട്ടുള്ള സാമ്യമുള്ള കോഴ്സല്ല. പക്ഷെ എന്നാലും കുഴപ്പമില്ല. എനിക്ക് പ്രൊജക്ട് മാനേജ്മെൻറ്റ് കോഴ്സ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കോഴ്സ് കിട്ടിയപ്പോൾ ഞാനത് അങ്ങനെ എടുത്തതായിരുന്നു. ഇപ്പം ശരിക്കും നമ്മൾ UK ഏത് കോഴ്സ് പഠിക്കുമ്പോഴും നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഷോർട്ടേജ് ഒക്യുപ്പേഷൻ ലിസ്റ്റിലുണ്ടോ, അല്ലെങ്കിൽ ഇത് പഠിച്ചാൽ നമുക്ക് ഫ്യൂച്ചറിലോട്ട് UK നിന്ന് പോകും. എന്നാ വെച്ചാൽ ഇവിടെ വന്ന ഒരു 99% ഓഫ് ആളുകൾക്കുടെ ഡ്രീം എന്ന് പറഞ്ഞാൽ UK സ്പോൺസർഷിപ്പ് കിട്ടുക. അപ്പോൾ ഈ പ്രൊജക്ട് മാനേജ്മെന്റ് പഠിക്കുമ്പോൾ എങ്ങനെയാണ്? പ്രൊജക്ട് മാനേജ്മെൻറ്റ് ശരിക്കും UK ഷോർട്ട് ലിസ്റ്റിലുള്ള കോഴ്സാണ്. അത് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു എടുക്കണം മുന്നേ. നമ്മൾ സ്റ്റഡീസ് കഴിഞ്ഞാൽ ഇൻറ്റേൺഷിപ്പും കൂടെ ഉള്ള ഒരു കോഴ്സാണ് എടുക്കേണ്ടത് ശരിക്കും, ഒരു 6 months. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. യൂണിവേഴ്സിറ്റി നന്നായിട്ട് അതിനെ ഹെൽപ്പ് ചെയ്യും. ഈ BPPയുടെ ഒരു പ്രത്യേകത തന്നെ അതന്നെ. അവരെ നമുക്ക് റെഫർ ചെയ്യും. നല്ല ടാലൻറ്റഡ് സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ എക്സലൻസിൽ അവർ റെഫർ ചെയ്തിട്ട് അവർ നല്ല നല്ല കമ്പനിയിലേക്ക് കയറ്റും. ബാക്കിയുള്ള നമ്മുടെ ഒരു ടാലൻറ്റും കഴിവും പോലെ ഇരിക്കും. നന്നായിട്ട് പെർഫോമൻസ് ചെയ്താൽ അവരത് നമുക്ക് തരും ചെയ്യും. സ്പോൺസർഷിപ്പ് വിസ തരും. എങ്ങനെയാണ് ഇവിടുത്തെ ഒരു ഫീസും കാര്യങ്ങളും എല്ലാം എങ്ങനെയാണ്? എനിക്ക് 16,000 ആയിരുന്നു. അതിൽ എനിക്ക് 2,000 pound സ്പോൺസർഷിപ്പ് ആയിരുന്നു. പിന്നെ ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ 10,000 pound അടച്ചിട്ടാണ് വന്നത്. ഈ യൂണിവേഴ്സിറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു 3/4 ഭാഗം ഫീസ് നാട്ടിൽ നിന്ന് തന്നെ അടച്ചിട്ട് വേണം ഇങ്ങോട്ട് വരാൻ. പിന്നെ ആഫ്റ്റർ ഇവിടെ വന്ന ശേഷം ഒരു 2-3 months ബാക്കിയുള്ള ഫീസ് അടച്ചത് ഞാൻ. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ബാക്കിയുള്ള ബാലൻസ് ഫീസ് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് ചോദിക്കുകയും ചെയ്യാം. ഇപ്പോഴും എൻ്റെ ഫ്രണ്ട്സ് അങ്ങനെ ചെയ്യുന്നുണ്ട്. അതൊരു പ്ലസ് പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് BPP. പിന്നെ എങ്ങനെയുണ്ട് ഇവിടുത്തെ ഒരു സ്റ്റുഡൻറ് യൂണിറ്റി അല്ലെങ്കിൽ സ്റ്റുഡൻറ് കമ്മ്യൂണിറ്റി നിങ്ങൾക്ക് അങ്ങനെ? പിന്നെ ഈ ജോബ് റിലേറ്റഡ് ആയിട്ട് എത്രത്തോളം യൂണിവേഴ്സിറ്റി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? യൂണിവേഴ്സിറ്റി ശരിക്കും ജോബ് റെഫർ ചെയ്യാനും നോക്കാനും നമ്മുടെ ഇൻട്രസ്റ്റ് ഒക്കെ പോയി പറഞ്ഞാൽ അവർ അതിനനുസരിച്ചിട്ടുള്ളതൊക്കെ നമുക്ക് തരും. പിന്നെ CV എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, ഒരു ജോബ് എങ്ങനെ നോക്കണം എന്നൊക്കെ യൂണിവേഴ്സിറ്റി അസോസിയേറ്റ് ഒക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പം ഇപ്പം നമ്മുടെ കേരളത്തിലുള്ള പല ചാനലുകളാണെങ്കിലും ന്യൂസിലാണെങ്കിലും നമ്മൾ പറയാറുണ്ട് കേരളത്തിൽ പഠിക്കാൻ ആർക്കും താല്പര്യമില്ല, കേരളത്തിലെ യൂണിവേഴ്സിറ്റീസിൽ സീറ്റുകൾ കാലിയാണ്. അപ്പം ഇങ്ങനെ സ്റ്റുഡൻസ് ഇങ്ങോട്ട് കയറി വന്നതിൻ്റെ ഒരു റീസൺ ആയിട്ട് എന്താണ് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്? പേഴ്സണലി ഫീൽ ചെയ്യണമെങ്കിൽ ഇപ്പോൾ നാട്ടിലത്തെ ഇവിടുത്തെ വെച്ച് നോക്കുമ്പോൾ നല്ല ഡിഫറൻസ് ഉണ്ട്. നാട്ടിലത്തെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം പോലെയല്ല ഇവിടെ. നാട്ടിൽ നമുക്ക് എല്ലാം ഫീഡ് ചെയ്ത് തരും. ഇവിടെ എല്ലാം നമ്മൾ A to Z നമ്മൾ തന്നെ ചെയ്ത് നമ്മൾ തന്നെ അത് സബ്മിറ്റ് ചെയ്യണം. പിന്നെ ജോബ് മാത്രമല്ല ബാക്കി എല്ലാ കാര്യങ്ങളിലും നമ്മൾ ഭയങ്കര ഡിപ്പെൻഡൻ്റ് ആയിപ്പോവും. ഇപ്പം നമ്മൾ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് രാത്രി വർക്കിന് പോകാനും പേടിയൊക്കെ ഉണ്ടാവും. ഇവിടെ ആകുമ്പോൾ പിന്നെ നമുക്ക് അങ്ങനെയൊന്നുമില്ല. രാത്രിയിൽ രാവിലെയൊന്നുമില്ല, ജോബിന് പോകും നമ്മൾ എന്തായാലും. പിന്നെ അത്ര പേടി വേണ്ട. എന്നാലും രാത്രി വരുമ്പോൾ പെൺകുട്ടികളാകുമ്പോൾ ഞാൻ പറയും ഫോണിൻ്റെ ഒക്കെ കാര്യം അങ്ങനെ നമ്മൾ ഫിസിക്കലി നമ്മളങ്ങനെ അവർ ഹേർട്ട് ചെയ്യൂല. നമ്മുടെ കയ്യിലുള്ള പൈസ, ഫോണ്, വാല്യൂബിൾ തിങ്സ് ആയിരിക്കും അവരുടെ ഒരു എയിം നമ്മുടെ അടുത്ത്. ഓക്കെ, വന്ന് എത്ര നാളുകൊണ്ടാണ് പാർട്ട് ടൈം കണ്ടുപിടിച്ചത്? ഞാൻ വന്നിട്ട് എനിക്ക് ഒരു 3-4 മാസം കഴിഞ്ഞിട്ട് കിട്ടി. കാരണം എനിക്ക് ഇൻ്റർവ്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അവിടെ പോകുമ്പം എനിക്ക് ഹസ്ബൻഡും മോനും ഉള്ളതുകൊണ്ട് എൻ്റെ ഷിഫ്റ്റ് ചോദിക്കും. അപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റലില്ല. അപ്പോൾ ഇപ്പോൾ ഒരു ജോബ് എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ അവൈലബിലിറ്റി ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ അവരെനിക്ക് ജോബ് തരിക ചെയ്യാം. അപ്പോൾ കുഴപ്പമില്ല. ഓക്കെ, ഇപ്പം നാളെ ഇപ്പോൾ സിസ്റ്ററോ ആരെങ്കിലും ഇവിടെ പഠിക്കാൻ വരുവാണെങ്കിൽ പേഴ്സണലി അവർക്ക് എന്ത് അഡ്വൈസാണ് കൊടുക്കാൻ തോന്നുന്നത്? ഞാൻ ഇവിടെ ഉള്ള സംഭവങ്ങളൊക്കെ പറഞ്ഞെടുക്കും. പിന്നെ അവരുടെ താല്പര്യം നല്ലതാണ്. ആക്ച്വലി കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും. അതിങ്ങനെ സമയവും ജോബൊക്കെ ശരിയാവാണ്ട്, അല്ലാണ്ടൊക്കെ നന്നായിട്ട് പോകണം. എനിക്ക് ഇഷ്ടമായിട്ടാണ് തോന്നിയിട്ടുള്ളത്.